സമയത്ത് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു, എനിക്ക് ദൈവമേ അച്ഛനിലൂടെ എനിക്കൊരു സാക്ഷ്യം ഇതിന് കേൾക്കണമെന്ന് പറഞ്ഞിങ്ങനെ പ്രാർത്ഥിച്ച സമയത്താണ് സൗമ്യ കായംകുളത്തിൻ്റെ ഒരു സാക്ഷ്യം അച്ഛൻ കോട്ട് ചെയ്ത് ഇവിടെ സംസാരിച്ചു. എക്സ്പീരിയൻസ് ഓയിൽ ആൻഡ് ഗ്യാസിൽ എക്സ്പീരിയൻസ് ഇല്ലാത്തവരുടെ ഭർത്താവിന് ജോലി കിട്ടിയ കാര്യം പറഞ്ഞു. അപ്പം ഞാൻ ആ പുറകിലത്തെ ജനലിൽ അവിടെ നിന്ന് ധ്യാനം കൊടുത്തു. അപ്പം ഞാൻ തീരുമാനിച്ചു, ഈ ജോലി എനിക്ക് തന്നെയുള്ളതാണ്. ഞാൻ അവിടെ വെച്ച് ഞാൻ ഉറപ്പിച്ചു, എനിക്ക് ഈ ജോലി ഉള്ളതാണ്. ആ ധൈര്യത്തിൽ ഞാൻ ഇൻ്റർവ്യൂവിന് പോയി. 18-ാം തീയതിയാണ് ഇൻ്റർവ്യൂവിൻ്റെ ലെറ്റർ എൻ്റെ വീട്ടിൽ വന്നിട്ടില്ലായിരുന്നു. അവിടെയും ദൈവം എന്നെ രക്ഷിച്ചു. ഈ മാസം 18-ാം തീയതി ഇടുക്കി ജില്ലയിൽ ഹർത്താലായതുകൊണ്ട് എൻ്റെ ഇൻ്റർവ്യൂ എന്ന് പറയുന്നത് 21-ാം തീയതിയിലേക്ക് മാറ്റി വെച്ചു. അങ്ങനെ ദൈവം അവിടെയും പ്രവർത്തിച്ചു. അങ്ങനെ ഞാൻ 18-ാം തീയതി അവിടെ ഹർത്താലായിരുന്നു. അങ്ങനെ എനിക്ക് 3-4 ദിവസം കൂടെ മുന്നോട്ട് കൂട്ടി. അപ്പോൾ എനിക്ക് മനസ്സിലായി, എനിക്ക് ആ ലെറ്റർ എൻ്റെ വീട്ടിൽ വരാൻ വേണ്ടിയിട്ടാണ് ഈ ഹർത്താലൊക്കെ വന്നതെന്ന് എനിക്ക് മനസ്സിലായി. അങ്ങനെ ഞാൻ വീട്ടിൽ ചെന്ന് 19-ാം തീയതി ശനിയാഴ്ചയായിരുന്നു. ശനിയാഴ്ച ഉച്ചവരെയേ ഉള്ളൂ പോസ്റ്റ് ഓഫീസ്. ഞാൻ ഉച്ച കഴിഞ്ഞിട്ട് പോകുമെന്ന് വിചാരിച്ചിരുന്നപ്പോൾ എൻ്റെ പപ്പ പറഞ്ഞു, എടി നീ ഒന്നും കൂടെ ചെല്ല്, ലെറ്റർ വന്നിട്ടുണ്ടോ നോക്കാൻ പറഞ്ഞു. ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കിന് അപ്പം ഞാനൊരു കല്യാണ ഫംഗ്ഷൻ കൂടെ അറ്റൻഡ് ചെയ്യാൻ പോകുമായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു ഫംഗ്ഷൻ കഴിഞ്ഞിട്ട് പതുക്കെ പോയാൽ മതിയല്ലോ. പക്ഷേ പപ്പ പറഞ്ഞു, എടി ഇന്ന് ശനിയാഴ്ച ഉള്ളൂ, നീ വേഗം പോകണമെന്ന് പറഞ്ഞു. ഞാൻ അവിടെ ചെന്നപ്പോൾ ഞാൻ അവിടെ ഒരു ചെറിയ പയ്യനിരിപ്പണം. ഞാൻ പയ്യനോട് പറഞ്ഞു, എൻ്റെ ലെറ്റർ വന്നിട്ടുണ്ടോ, എനിക്കൊരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ. അയ്യോ, അപ്പോൾ ആ പയ്യൻ പറഞ്ഞു, ചേച്ചി വന്നിട്ടില്ല. ഞാൻ പറഞ്ഞു, എന്ത് കാണിച്ചാലും എനിക്കിന്ന് തരണം കേട്ടോ, രാവിലെ ഇൻ്റർവ്യൂ തിങ്കളാഴ്ച, നിങ്ങൾ തുറക്കുന്നതിന് മുമ്പ് ഞാൻ ഇവിടുന്ന് പോകും, എനിക്ക് ഇൻ്റർവ്യൂ ഇല്ലാണ്ട് ലെറ്റർ ഇല്ലാതെ പറ്റില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ കല്യാണ ഫംഗ്ഷന് പോയിരിക്കുന്ന സമയത്ത് എൻ്റെ പപ്പ വിളിച്ചിട്ട് പറഞ്ഞു, ഇവർ പോസ്റ്റ് ഓഫീസ് ശനിയാഴ്ച നേരത്തെ ക്ലോസ് ചെയ്യാൻ നിന്ന സമയത്താണ് അന്ന് കൊറിയർ വന്നത്. സാധാരണ ആ സമയത്തൊക്കെ കൊറിയർ വരുമ്പോൾ അവർ അതെടുത്ത് വെക്കുകയേ ചെയ്യത്തുള്ളൂ, അല്ലാതെ അത് ക്ലയൻറ്റിന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനൊന്നും അവർ നോക്കാറില്ല. പക്ഷെ ഞാൻ ഇങ്ങനെ ചെന്ന് പറഞ്ഞതുകൊണ്ട് എൻ്റെ പേര് ഓർമ്മയിൽ വന്ന്, എൻ്റെ വീട്ടുപേരും ഒക്കെ ഓർമ്മയിൽ വന്നതുകൊണ്ട് അവരെൻ്റെ പപ്പയുടെ അനിയനെ വിളിച്ചു പറഞ്ഞു. അങ്ങനെ എൻ്റെ പപ്പയുടെ അനിയൻ പോയത് കളക്ട് ചെയ്യുക ചെയ്തത്. അതിനുശേഷം ഞാൻ ഇൻ്റർവ്യൂവിന് അറ്റൻഡ് ചെയ്തു. 7ഓളം കാൻഡിഡേറ്റ്സ് ഉണ്ടായിരുന്നു. അതിൽ ടീച്ചിങ് എക്സ്പീരിയൻസ് ഉള്ള 3-4 പേരുണ്ടായിരുന്നു. ഇതിൽ യാതൊരു എക്സ്പീരിയൻസ് ഇല്ലാത്തതും മെറിറ്റിൽ അവരെക്കാളൊക്കെ മാർക്ക് കുറവായിട്ടുള്ള വ്യക്തിയും ഈ ബിടെക്കിൽ 4-5 സപ്ലി ഉണ്ടായി. അത് പാസ് ഔട്ട് ആകുന്നതിന് മുമ്പ് ക്ലിയർ ചെയ്തു. പക്ഷേ ഒരു സപ്ലി പോലും ഇല്ലാതെ ക്ലിയർ ചെയ്ത്